നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ്. സാധാരണ എപ്പോഴും വരുന്നത് പോലെ തന്നെ നിരവധി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും. അതിൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നൽകുന്നത്. ആദ്യത്തെ ചോദ്യം അയച്ചിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിലെ ഡോക്ടർ പ്രശോഭ് പി ആണ്. ഒറ്റ ചോദ്യമാണ് ഡോക്ടർ ചോദിച്ചിരിക്കുന്നത്, ടിയാഗോ ഓർ സ്വിഫ്റ്റ്. അത് സാധാരണ പലർക്കും ഉള്ളൊരു സംശയമാണ്. കാരണം ടിയാഗോ വരുന്നതിന് മുമ്പ് വലിയ കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല. സ്വിഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വാഹനമായിരുന്നു, കാണാൻ ഭംഗിയുള്ളൊരു വാഹനമാണ്, വളരെ വർഷങ്ങളായി ഇന്ത്യയിൽ വിറ്റുകൊണ്ടിരിക്കുന്ന വാഹനമാണ്, ടൈം ടെസ്റ്റഡ് എന്നൊക്കെ വിളിക്കാവുന്നൊരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ വലിയ കൺഫ്യൂഷനൊന്നുമില്ലാതെ സ്വിഫ്റ്റ് വാങ്ങിക്കാമായിരുന്നു. അതിനിടയ്ക്കാണ് ടാറ്റ ടിയാഗോ വന്നത്. ടിയാഗോ വന്നപ്പോൾ അതിലെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയും എല്ലാം പെട്ടെന്ന് തന്നെ എല്ലാവരെയും ആകർഷിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ടാകാം, സ്വിഫ്റ്റ് വേണോ അതോ ടിയാഗോ വേണോ എന്നുള്ള കാര്യം. ഈ രണ്ട് വാഹനങ്ങളെയും ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് എഞ്ചിൻ നോക്കാം. എഞ്ചിൻ സ്വിഫ്റ്റിൻ്റേത് 1197 cc ആണ്. ടിയാഗോയുടേത് വലിയ വ്യത്യാസമൊന്നുമില്ല, 1199 cc ആണ്. എഞ്ചിൻ പവർ നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റ് 81.8 bhp ടിയാഗോ 84.48 bhp അങ്ങനെ നോക്കുമ്പോൾ ആ കാര്യത്തിൽ ചെറിയൊരു മുൻതൂക്കം എന്ന് പറയാവുന്നത് ടിയാഗോയ്ക്കാണ്. മറ്റ് കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ടിയാഗോയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇപ്പോൾ എല്ലാവരും നോക്കുന്ന ഒരു കാര്യവും അതുതന്നെയാണ്, അത് സുരക്ഷയാണ്. സുരക്ഷയുടെ കാര്യത്തിൽ 4 സ്റ്റാർ ആണ് കിട്ടിയിരിക്കുന്നത് ഗ്ലോബൽ എൻക്യാപ് ക്രാഷ് ടെസ്റ്റിൽ ടിയാഗോയ്ക്ക്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം സുരക്ഷിതമായ ഒരു ചെറിയ ഹാച്ച് ബാക്ക് എന്നാണ് നമുക്ക് ടിയാഗോയെ വിളിക്കാവുന്നത്. സ്വിഫ്റ്റിൻ്റെ കാര്യത്തിൽ അത് കിട്ടിയിട്ടില്ല. പക്ഷേ ബൂട്ട് സ്പേസ് കൂടുതലുള്ളത് സ്വിഫ്റ്റിനാണ്. മൊത്തത്തിൽ ഫീച്ചേഴ്സ് കൂടുതലുള്ളത് ടിയാഗോയ്ക്കാണെന്ന് പറയാം. ഇൻറ്റീരിയർ ക്വാളിറ്റിയും കൂടുതലുള്ളത് ടിയാഗോയ്ക്കാണ്. പിന്നെ കാണാനുള്ള ഭംഗി എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് തന്നെ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നാണ് നോക്കേണ്ടത്. എന്തായാലും എൻ്റെ കാര്യത്തിൽ എനിക്ക് സ്വിഫ്റ്റാണ് കാണാൻ ഇഷ്ടമുള്ളൊരു വാഹനം. എപ്പോഴും നമ്മൾ പറയാറുണ്ട് മിനി കൂപ്പറിൻ്റെയൊക്കെ ഒരു സ്റ്റൈലിംഗ് ആണ് സ്വിഫ്റ്റിനുള്ളതെന്നുള്ള കാര്യം. അത് വർഷങ്ങളായിട്ട് തുടർന്ന് വരുന്നുമുണ്ട്. ആ കാര്യത്തിൽ സ്വിഫ്റ്റാണ് എന്നെ സംബന്ധിച്ച് മുന്നിൽ നിൽക്കുന്നത്. ഇനി സ്വിഫ്റ്റിൻ്റെ ഒരു പ്ലസ് പോയിൻ്റായിട്ട് നമുക്ക് പറയാവുന്നത് ഇൻറ്റീരിയർ സ്പേസ് ടിയാഗോയേക്കാൾ കൂടുതലുണ്ട് എന്നുള്ള കാര്യമാണ്. മൊത്തത്തിൽ ലെഗ് സ്പേസ് ആയാലും ഹെഡ് സ്പേസ് ആയാലും ഷോൾഡർ സ്പേസ് ആയാലും ഒരല്പം കൂടുതലുള്ളത് സ്വിഫ്റ്റിനാണ്. ടിയാഗോയുടെ കാര്യത്തിൽ എഞ്ചിൻ പവർ ഒരല്പം കൂടുതലുണ്ട്, അതുപോലെ തന്നെ ഫീച്ചേഴ്സ് കൂടുതലുണ്ട്. കാണാനുള്ള ഭംഗി നിങ്ങളുടെ ഒരു ഇഷ്ടം പോലെ ആയിരിക്കും, പക്ഷേ ഇൻറ്റീരിയറിൻ്റെ ഭംഗി കൂടുതലുള്ളത് തീർച്ചയായിട്ടും ടിയാഗോയ്ക്കാണ്. പിന്നെ ഗ്ലോബൽ ക്രാഷ് ടെസ്റ്റ് പോലെയുള്ള കാര്യങ്ങളിൽ മുൻപന്തിയിലായതുകൊണ്ട് തന്നെ സുരക്ഷ കൂടുതലുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ടിയാഗോയുടെയെങ്കിൽ. കൂടുതൽ ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു വാഹനമാണ് സ്വിഫ്റ്റ്. ഇൻറ്റീരിയർ സ്പേസ് കൂടുതലുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് സ്വിഫ്റ്റിൻ്റെ കാര്യത്തിൽ പറയാവുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ വിലയിരുത്തിയിട്ട് ഡോക്ടർ പ്രശോഭ് ഏത് വാഹനമാണോ തീരുമാനിക്കുക. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് രാഹുൽ രാജേന്ദ്രനാണ്, മരടിൽ നിന്നാണ്. മരട് നമ്മുടെ എറണാകുളത്ത് അടുത്തുള്ളൊരു സ്ഥലമാണ്. എൻ്റെ വീട്ടിലേക്ക് 1.7 മീറ്റർ വീതിയുള്ള വഴിയാണുള്ളത്. എൻ്റെ ജീവിതത്തിൽ ആദ്യ വാഹനം വാങ്ങിക്കുമ്പോൾ പ്രധാന കൺസേൺ അതുതന്നെയാണ്, വീതി കുറഞ്ഞ വഴിയാണെന്നുള്ളതാണ്. കിഡിൻ്റെ ക്ലൈംബർ എങ്ങനെയുണ്ട് എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഡസ്റ്റർ എന്ന കോമ്പാക്റ്റ് SUVക്ക് ശേഷം വമ്പൻ ഹിറ്റായ സൂപ്പർ ഹിറ്റായ റെനോയുടെ ഒരു മോഡലാണ് കിഡിൻ്റെ പ്രത്യേകത മുൻഭാഗം കാണുമ്പോൾ കുഞ്ഞ് SUV ഓടി വരുന്നത് പോലെ തോന്നുമെന്നുള്ളതാണ്. അതായത് നമ്മളെപ്പോഴും കണ്ടുവരുന്ന ഏറ്റവും ചെറിയ ഹാച്ച് ബാക്കുകളുടെ രൂപത്തിൽ നിന്നും വ്യത്യസ്തമായ രൂപം കൊണ്ടാണ് കിഡ് ഏറ്റവും അധികം ആകർഷിക്കപ്പെട്ടത്. അതായിരുന്നു അതിൻ്റെ ഒരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്ന് വിളിക്കാവുന്നത്. എന്ന് തന്നെയുമല്ല, ഈ ഒരു ഡസ്റ്റർ എന്ന് പറയുന്ന കോമ്പാക്റ്റ് SUV നന്നായിട്ട് വിറ്റതുകൊണ്ട് തന്നെ റെനോ ഇന്ത്യക്കാരുടെ ഒരു വിശ്വാസം നേടിയെടുത്തിരുന്നു. ആ ഒരു വിശ്വാസത്തിൻ്റെ തണലിലേക്കാണ് കിഡ് വന്നതെന്നൊക്കെ പറയാം. അതുകൊണ്ട് തന്നെ വമ്പൻ കച്ചവടമാണ് എല്ലാ കാലത്തും കിഡ് നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് കിഡിൻ്റെ വിശേഷമെങ്കിൽ എന്താണ് ക്ലൈംബർ എന്ന മോഡലിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അതിൽ ചില എസ്തെറ്റിക് മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് ക്ലൈംബർ, വളരെ സ്പോർട്ടിയാണെന്ന് പറയാം. ക്ലൈംബറിൽ പുതിയ ബമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓറഞ്ച് ഇൻസേർട്ടുകൾ പല ഭാഗങ്ങളിലും കാണാം. അത് എക്സ്റ്റീരിയറിലും അതെ ഇൻറ്റീരിയറിലും അതെ. അതുപോലെ അലോയ് വീലുകൾ വന്നിട്ടുണ്ട്, ക്ലാഡിങ് വന്നിട്ടുണ്ട്. അങ്ങനെ ചില മാറ്റങ്ങൾ വന്നപ്പോൾ വളരെ സ്പോർട്ടി ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ കിഡ് എന്ന് പറയുന്ന വാഹനം ക്ലൈംബർ എന്ന വേരിയൻറ്റിൽ. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ വളരെ ചെറിയ ഹാച്ച് ബാക്കുകളുടെ കാര്യത്തിൽ കമ്പനികൾ വലിയ കാര്യമായ രീതിയിലൊന്നും അതിൻ്റെ സൗന്ദര്യ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ സ്പോർട്ടിയായ ഒരു വാഹനം ആ ഒരു സെഗ്മെൻറ്റിൽ വന്നിരിക്കുന്നത് ക്ലൈംബറാണെന്ന് പറയാം. അതുതന്നെയാണ് ക്ലൈംബറിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് പറയാവുന്നത്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ വളരെ സ്പോർട്ടിയായ ഒരു വാഹനം വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ക്ലൈംബർ തിരഞ്ഞെടുക്കാൻ കുഴപ്പമില്ല. സാധാരണ കിഡ് കണ്ടു മടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്ലൈംബറിന് ആ ഒരു തരത്തിലും മുൻതൂക്കം നമുക്ക് കൊടുക്കാവുന്നതാണ്. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്ന ഹരിശങ്കർ നായരാണ്. ചോദ്യം ഇതാണ്, 7 സീറ്റർ SUV വാങ്ങാൻ പ്ലാനുണ്ട്. ടാറ്റ ഗ്രാവിറ്റാസ് ആണ്. ഗ്രാവിറ്റാസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഹെക്സ BS6 ആയി റീലോഞ്ച് ചെയ്യുകയാണെന്നും കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതിലേതാണ് ബെസ്റ്റ് ബൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാവിറ്റാസ് എന്ന് പറയുന്ന ടാറ്റ ഹാരിയറിൻ്റെ 7 സീറ്റർ മോഡലാണ്. അത് കഴിഞ്ഞ ഓട്ടോ എക്സ്പോയിൽ, ഡൽഹി ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ചിരുന്നു. അന്നോട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്ന് തന്നെയുമല്ല, ഗ്രാവിറ്റാസിൻ്റെ അല്ലെങ്കിൽ ഹാരിയറിൻ്റെ പ്രധാനപ്പെട്ട എതിരാളി എന്ന് വിളിക്കാവുന്ന MG ഹെക്ടറിൻ്റെ 7 സീറ്റർ മോഡൽ പ്ലസ് എന്ന പേരിൽ വന്നു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഹാരിയറിനും ഒരു 7 സീറ്റർ മോഡൽ നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ അത് ഇതുവരെ എത്തിയിട്ടില്ല. ഇതിനിടയ്ക്കാണ് ഹെക്സ BS6 ആയിട്ട് വരുന്നതെന്ന് കേൾക്കുന്നത്. തന്നെയുമല്ല ആ വാഹനവും ഒരു 4x4 വേർഷനിൽ
ഡൽഹി ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഹെക്സ എന്ന മോഡൽ വലിയ വിജയമൊന്നും ആയിരുന്നില്ല. തന്നെയുമല്ല ഹെക്സയുടെ പ്ലാറ്റ്ഫോം ടാറ്റയുടെ ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോമുകളിൽ പെടുന്നതല്ല. അപ്പോൾ ടാറ്റ ഇടയ്ക്ക് പറഞ്ഞിരുന്നു ഇനി മുതൽ പഴയ പ്ലാറ്റ്ഫോമിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നില്ല, പുതിയ പ്ലാറ്റ്ഫോമിലുള്ള വാഹനങ്ങൾ മാത്രമേ ഇനി ടാറ്റ ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ള കാര്യം. എന്ന് തന്നെയുമല്ല BS6 എമിഷൻ നോംസ് മീറ്റ് ചെയ്യുന്ന എഞ്ചിൻ ആയിരുന്നില്ല ഹെക്സയ്ക്കുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ഹെക്സ നിർത്തലാക്കിയത്. അപ്പോൾ ഇതിന് ശേഷം ഹെക്സ വരികയാണെങ്കിൽ അത് 4x4 വേർഷൻ മാത്രമായിരിക്കുമോ അതോ അല്ലാതെ ഉള്ള ഓർഡിനറി വേർഷനും വരുമോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊന്നും വലിയ ധാരണ നമുക്ക് ഇതുവരെ ഇല്ല. ഡൽഹി ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച മോഡലിന് അവർ പേരിട്ടിരുന്നത് സഫാരി എഡിഷൻ എന്നാണ്. അത് 4x4 മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ചിലരൊക്കെ ഈ വാഹനം ഇന്ത്യയിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ സ്പൈ പിക്ചേഴ്സൊക്കെ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആ സ്പൈ പിക്ചേഴ്സ് കാണുമ്പോൾ അത് നമ്മൾ ഡൽഹി ഓട്ടോ എക്സ്പോയിൽ കണ്ട വാഹനവുമായിട്ട് വലിയ ബന്ധമൊന്നും കാണുന്നില്ല. പഴയ ഹെക്സയുടെ ഏകദേശം അതേ മോഡൽ തന്നെയാണ് കാണുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിൽ 4x4 എന്നുള്ള ബാഡ്ജിങ് കാണുന്നുണ്ട് സ്പൈ പിക്ചേഴ്സിൽ. അങ്ങനെ വരുമ്പോൾ പലരും കരുതുന്നത് ഇനി വരാൻ പോകുന്നത് ഹെക്സയുടെ 4x4 വേർഷൻ മാത്രമാണ് എന്നുള്ള കാര്യമാണ്. ടാറ്റയ്ക്കാണെങ്കിൽ ഇപ്പോൾ 4x4 വേർഷനുള്ള വാഹനങ്ങളൊന്നും തന്നെ നിലവിലില്ല. നേരത്തെ ഉണ്ടായിരുന്ന വാഹനങ്ങളൊന്നും ഇപ്പോൾ 4x4 ഉള്ള ഒരു വാഹനവുമില്ല. അപ്പോൾ ഇപ്പോൾ പലരും കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന ഹെക്സയുടെ BS6 മോഡൽ എന്ന് പറയുന്നത് ഒരു 4x4 വാഹനം മാത്രമാക്കി അത് വേണ്ടവർ മാത്രം എടുക്കുന്ന രീതിയിൽ മാറ്റി നിർത്തുക. എന്നിട്ട് ഗ്രാവിറ്റാസിൻ്റെ 7 സീറ്റർ വരുമ്പോൾ അല്ലെങ്കിൽ ഹാരിയറിൻ്റെ 7 സീറ്റർ മോഡൽ വരുമ്പോൾ അത് കുറച്ചുകൂടി മാസിലേക്ക് എത്തുന്ന രീതിയിൽ കുറേ കൂടി ആളുകളിലേക്ക് എത്തുന്ന രീതിയിലേക്ക് വിൽക്കുക. അതാണെന്ന് തോന്നുന്നു ടാറ്റയുടെ പ്ലാൻ. എന്തായാലും ഹാരിയറിൻ്റെ 4x4 ഉടനെ വരാൻ സാധ്യതയില്ല. കാരണം അത് ജനിച്ചിരിക്കുന്ന ഒമേഗ ആർക്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ്. ആ പ്ലാറ്റ്ഫോം 4x4 പറ്റുന്നതല്ല. അപ്പോൾ ടാറ്റയൊക്കെ പണ്ട് തൊട്ട് 4x4 ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ആ ഒരു ലെഗസി നിലനിർത്താൻ വേണ്ടി ഒരുപക്ഷെ വരാൻ പോകുന്ന ഹെക്സ 4x4 ആക്കി നിലനിർത്തുകയും ഗ്രാവിറ്റാസ് 7 സീറ്ററായിട്ട് വരികയും ആയിരിക്കാം ചെയ്യാൻ പോകുന്നത്. ഇതിനെപ്പറ്റിയൊന്നുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു കോവിഡേട്ടൻ്റെ ഈ ഇഷ്യൂ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്ന അരുൺ S ആണ്. ഞാനിപ്പോൾ ഫിയറ്റ് അവർത്ത് പ്യുണ്ടോ 1.4 ലിറ്റർ TZ പെട്രോൾ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. ഇത് എക്സ്ചേഞ്ച് ചെയ്ത് ഒരു ഫോക്സ്വാഗൺ പോളോ 1 ലിറ്റർ TSI മാനുവൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. സെഗ്മെൻറ്റിലെ ഏറ്റവും സേഫസ്റ്റ് കാർ ഇത് തന്നെയാണല്ലോ അല്ലേ? അതുപോലെ മാനുവൽ വേണോ ഓട്ടോമാറ്റിക് വേണോ? പുതിയ ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് എങ്ങനെയുണ്ടെന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഫോക്സ്വാഗൺ പോളോ നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ വർഷങ്ങളായിട്ട് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ തുടരുന്ന മോഡലാണ്. പക്ഷേ അതിന് ആരാധകർ ധാരാളമുണ്ട്. അത് മാത്രം വാങ്ങിക്കുന്നവരുണ്ട്. പല വീടുകളിലും ഒരു വലിയ വാഹനങ്ങളുള്ള ബെൻസോ BMW ഒക്കെ ഉള്ള വീടുകളിൽ സെക്കൻഡ് വാഹനമായിട്ട് എപ്പോഴും വാങ്ങിക്കാറുള്ള ഫോക്സ്വാഗൺ പോളോയാണ്. ആ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ആ വാഹനം വിൽക്കപ്പെടുന്നതെന്ന് പറയാം. ഇപ്പോൾ ഏറ്റവും പുതിയ ഫോക്സ്വാഗൺ പോളോ വന്നപ്പോൾ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നതിൽ 1 ലിറ്റർ പെട്രോൾ എഞ്ചിനായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് 103 bhp ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൻ്റെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 200 ന്യൂട്ടൺ മീറ്റർ ആണ്. അതൊക്കെ പഴയ എഞ്ചിനേക്കാൾ കൂടുതലാണ് സത്യത്തിൽ. പഴയ എഞ്ചിൻ 1.2 ലിറ്റർ ആയിരുന്നെങ്കിലും അതിനേക്കാളൊക്കെ പവറും ടോർക്കും കൂടുതലുള്ള എഞ്ചിനാണ് ഇപ്പോൾ 1 ലിറ്റർ ടർബോ പെട്രോളിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഓട്ടോമാറ്റിക്കിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് 7 സ്പീഡ് DSG ഗിയർ ബോക്സ് മാറിയിട്ട് ഇപ്പോൾ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് വന്നു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്ന ഒരു ഗിയർ ബോക്സ് എന്ന് പറയുന്ന ആ ഒരു 7 സ്പീഡ് DSG ആയിരുന്നു. അതിനുശേഷം 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും നോക്കിയിരിക്കുന്ന കാര്യം. പക്ഷേ നമ്മളത് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ അത് കിടക്കുന്നുണ്ട്. സത്യത്തിൽ വളരെ ചെറിയൊരു ലാഗ് തുടക്കത്തിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് അനുഭവപ്പെടുകയില്ല. ഇതിലെ ഗിയർ ബോക്സ് 7 സ്പീഡിൽ നിന്ന് മാറി 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ആയി എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നാൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ അതുപോലെയുള്ള കാർ എൻതൂസിയാസ്റ്റിന് മനസ്സിലാകുമെന്നല്ലാതെ സാധാരണ ഒരു വാഹനം ഓടിക്കുന്ന ആൾക്ക് അത് അങ്ങനെ മനസ്സിലാകണമെന്നില്ല. അപ്പോൾ ഒരു വിസിബിൾ ഡിഫറൻസ് ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അതുകൊണ്ട് ആ വാഹനം വാങ്ങിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. 7 സ്പീഡ് DSG അല്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഒട്ടും മോശമല്ല. പിന്നെ വളരെ ചെറിയ ചില പോരായ്മകൾ എന്ന് പറയുന്നത് പാഡൽ ഷിഫ്റ്റേഴ്സ് ഇപ്പോൾ പുതിയ 6 സ്പീഡ് ഗിയർ ബോക്സ് വന്നപ്പോൾ ഇല്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അരുൺ നോക്കുന്നത് മാനുവലാണ് അധികവും എന്ന് തോന്നുന്നു. മാനുവലാണെങ്കിൽ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഈ ഒരു 103 bhp എഞ്ചിൻ എന്ന് പറയുന്നത് വളരെ സ്പോർട്ടിയാണ്. തന്നെയുമല്ല ഈ വാഹനത്തെപ്പറ്റി അരുൺ തന്നെ പറഞ്ഞതുപോലെ അങ്ങേയറ്റം സേഫാണ്. ഇത് സേഫസ്റ്റ് കാർ തന്നെയാണ് പോളോയെ വിളിക്കാവുന്നത്. അപ്പോൾ മാനുവലാണ് വാങ്ങിക്കുന്നതെങ്കിലും ഓട്ടോമാറ്റിക്കാണ് വാങ്ങിക്കുന്നതെങ്കിലും ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും സേഫസ്റ്റ് കാർ എന്നുള്ള നിലയ്ക്ക് വാങ്ങിക്കാം. മറ്റ് ഗുണങ്ങളെല്ലാം വിലയിരുത്തി നോക്കിയാലും മോശമല്ല. ആകെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് കുറച്ച് ഫീച്ചേഴ്സ് കുറവാണ് ഏറ്റവും ആധുനികമായ ആ സെഗ്മെൻറ്റിലെ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്നുള്ള മാത്രമാണ്. മറ്റെല്ലാ തരത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന വാഹനമാണ് ഫോക്സ്വാഗൺ പോളോ. അടുത്ത ചോദ്യം വെച്ചിരിക്കുന്നത് ദീപു ബാലയാണ്. നിസാൻ മാഗ്നൈറ്റിനെ കുറിച്ച് ചേട്ടൻ്റെ പ്രതീക്ഷ എന്താണ്? നിസാൻ ഇന്ത്യയിൽ ക്ലച്ച് പിടിക്കുമോ? ചില സർവീസ് സെൻറ്ററുകൾ അടച്ചുപൂട്ടി കഴിഞ്ഞല്ലോ, ഇനി പുതിയ ഡീലർഷിപ്പുകളും സർവീസ് സെൻറ്ററുകളും തുടങ്ങാൻ സാധ്യതയുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. കാരണം നിസാൻ മാഗ്നൈറ്റ് എന്ന് പറയുന്ന കോമ്പാക്റ്റ് SUV വന്നപ്പോൾ ആളുകൾ ഇടിച്ച് കയറി ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബുക്ക് ചെയ്യുന്ന പലർക്കും ഈ ഒരു സംശയമുണ്ട്, നിസാൻ്റെ ഭാവി ഇന്ത്യയിൽ എന്തായിരിക്കും? ഇങ്ങനൊരു വാഹനം എടുത്തു കഴിഞ്ഞാൽ അത് തലയിലായി പോകുമോ, അല്ലെങ്കിൽ ഈ ഒരു കമ്പനി പൂട്ടിപ്പോകുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. നിസാനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു മോഡലാണ് മാഗ്നൈറ്റ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം മാഗ്നൈറ്റ് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇന്ത്യയിലെ നിസാൻ്റെ അവസ്ഥ വളരെ മോശമാകുമായിരുന്നു. കാരണം മറ്റ് ഒരു വാഹനവും അങ്ങനെ കാര്യമായ രീതിയിൽ വിൽക്കുന്നില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ്
ഇപ്പോൾ മാഗ്നൈറ്റ് വന്നിരിക്കുന്നത്. മാഗ്നൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ മിനിങ്ങാന്ന് കൊച്ചിയിലെ EVM നിസാൻ്റെ ഷോറൂമിൽ വിളിച്ചപ്പോൾ 250 ബുക്കിംഗാണ് മിനിങ്ങാന്ന് രാവിലെ വരെ ആ വാഹനത്തിൽ ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഓടിക്കാൻ ഇതുവരെ ആർക്കും പറ്റിയിട്ടില്ല. കാരണം ഡെമോ വണ്ടി വന്നിട്ട് പോലുമില്ല. എന്നിട്ട് പോലും ഓടിക്കാതെ ഇത് കാഴ്ചയിൽ മാത്രം കണ്ടുകൊണ്ട് മാത്രം 250 പേര് ബുക്ക് ചെയ്തു എന്നുള്ളതാണ് ആ വാഹനത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ അതൊരു പക്ഷേ 400 പേരൊക്കെ ആയി കാണും 2 ദിവസം കൊണ്ട്. അപ്പോൾ അതുപോലെ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു മാഗ്നൈറ്റിന്. ഇത് ശരിക്കും പറഞ്ഞാൽ പുനർജന്മമാണ് നിസാനെ സംബന്ധിച്ച്. ഇല്ലെങ്കിൽ നിസാൻ ഇന്ത്യയിൽ തീർച്ചയായിട്ടും പൂട്ടി പോകുമായിരുന്നു എന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ ഇനി ആ കാര്യം പേടിക്കണ്ട. ഞാൻ 2-3 കാര്യങ്ങൾ കൂടിയുണ്ട്. നിസാൻ അടുത്ത കാലത്താണ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത്. അതായത് നിസാൻ്റെ വാഹനങ്ങളുടെ 10% വിറ്റഴിയുന്നത് ഇന്ത്യ, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഈ 3 പ്രദേശങ്ങളും കൂടുതൽ പരിഗണിക്കപ്പെടേണ്ടതാണ് എന്നൊരു തോന്നലിൽ നിന്നും ആ 3 പ്രദേശങ്ങൾക്കായിട്ടൊരു പ്രത്യേക പദ്ധതി തന്നെ തയ്യാറാക്കിയിരിക്കുകയായിരുന്നു നിസാൻ. ഈ 3 പ്രദേശങ്ങൾക്ക് വേണ്ടി പുതിയ പദ്ധതി എന്ന് പറഞ്ഞാൽ ഒട്ടും മൂവ് ചെയ്യാത്ത വാഹനങ്ങളെല്ലാം നിർത്തലാക്കുക, പുതിയ മോഡലുകൾ കൊണ്ടുവരിക. അതായത് SUVകളും B സെഗ്മെൻറ്റിൽ പെടുന്ന സെഡാനുകളും കൂടുതലായിട്ട് കൊണ്ടുവന്ന് വിപണി ശക്തിപ്പെടുത്തുക. അതുപോലെ തന്നെ റെനോയും മിത്സുബിഷിയുമായിട്ട് ഓൾറെഡി നിസാൻ്റെ സഖ്യമുണ്ട്. അപ്പോൾ ഈ ഒരു സഖ്യം കൂടുതൽ പ്രയോജനപ്പെടുത്തി കോസ്റ്റ് കുറച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തുടങ്ങിയ വലിയ പദ്ധതിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വന്നിരിക്കുന്ന ആദ്യത്തെ വാഹനമാണ് മാഗ്നൈറ്റ് വമ്പൻ വിജയമായി കഴിഞ്ഞു, യാതൊരു സംശയവുമില്ല. അത്രയും വളരെ മികച്ചൊരു വാഹനമാണത്. അതിൻ്റെ ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും എഞ്ചിനായാലും എല്ലാം തന്നെ നല്ലതാണ്. നിസാൻ്റെ കാര്യം നമുക്കെല്ലാം അറിയാം, ലോകത്തിലെ ഏറ്റവും മികച്ച വാഹനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനിയാണ്. പക്ഷേ ഇന്ത്യയിൽ ചില പാകപ്പിഴകൾ സംഭവിച്ചു ആ കമ്പനിക്ക് എന്നുള്ള കാര്യമേ ഉള്ളൂ. എന്തായാലും അതെല്ലാം പരിഹരിച്ച് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. നിസാൻ മാഗ്നൈറ്റ് വലിയ വിജയമായ സ്ഥിതിക്ക് ഇനി നിസാൻ്റെ ഡീലർഷിപ്പുകളെല്ലാം കൂടുതൽ ശക്തമാകും, കൂടുതൽ ഡീലർഷിപ്പുകൾ വരും, പുതിയ മോഡലുകൾ വരും. അങ്ങനെ നോക്കുമ്പോൾ നിസാൻ്റെ ഇന്ത്യയിലെ ഭാവി തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. യാതൊരു ഭയവുമില്ലാതെ നിസാൻ്റെ വാഹനങ്ങൾ ഇനി നമുക്ക് വാങ്ങിച്ചു തുടങ്ങാം. അടുത്തൊരു പരിഭവത്തോടു കൂടിയാണ് കത്ത് വന്നിരിക്കുന്നത്. ജെയ്സൺ ജെയിംസ് ആണ് അയച്ചിരിക്കുന്നത്. അദ്ദേഹം 2-3 ആഴ്ചയായിട്ട് ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അത് പരിഗണിക്കുന്നില്ല എന്നുള്ള പരിഭവത്തോടു കൂടി അദ്ദേഹം ആരംഭിക്കുന്നു. പരിഭവിക്കരുത്, കാരണം അതുപോലെ മെയിലുകളും മെസ്സേജുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്നും സെലക്ട് ചെയ്യുമ്പോൾ പറ്റുന്ന ചില പിഴവുകളാണ് എന്ന് വിചാരിക്കണം. അപ്പോൾ ചോദ്യം ഇതാണ്: AMT, DCT, CVT, ടോർക്ക് കൺവെർട്ടർ ഇതിൽ ലാഗ് ഇല്ലാത്തത് ഏതിനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനിത് സംബന്ധിച്ചൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. അതൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. വളരെ വിശദമായി ഓരോ ഗിയർ ബോക്സുകളെ പറ്റിയും പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണത്. എങ്കിലും ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് വളരെ ലളിതമായിട്ട് വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ AMT എന്ന് പറയുന്ന ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. അതാണ് ഇന്ത്യയിൽ ഒരു ഓട്ടോമാറ്റിക് വിപ്ലവം കൊണ്ടുവന്ന ഗിയർ ബോക്സ് എന്ന് പറയാം. മാരുതിയുടെ വാഹനത്തിൽ സെലേറിയോയിലാണ് ആദ്യമായിട്ട് AMT പ്രത്യക്ഷപ്പെട്ടത്. അത് വളരെ എളുപ്പത്തിൽ ഒരു മാനുവൽ ഗിയർ ബോക്സിനെ ഓട്ടോമാറ്റിക്കാക്കി മാറ്റിയിരിക്കുകയാണ്. വലിയ സാങ്കേതികമായ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നാൽ പരിഹരിക്കാൻ എളുപ്പമാണെന്നുള്ളതാണ് AMT ഗിയർ ബോക്സിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ AMT വരുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്ക് മൈലേജ് വളരെ കുറവായിരുന്നു എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. മാനുവലുമായിട്ട് എപ്പോഴും 2-3 കിലോമീറ്ററിൻ്റെ വ്യത്യാസം മൈലേജിൽ ഉണ്ടാകുമായിരുന്നു. AMT വന്നപ്പോൾ പലപ്പോഴും മാനുവൽ ഗിയർ ബോക്സിനേക്കാൾ കൂടുതൽ മൈലേജ് നൽകുന്ന AMT ഗിയർ ബോക്സുള്ള വാഹനങ്ങളാണെന്നൊരു പ്രത്യേകതയിലേക്ക് കാര്യങ്ങൾ മാറി. അങ്ങനെ സാധാരണക്കാരനിലേക്കും ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകൾ വന്നത് AMTയുടെ വരവോടുകൂടിയാണ്. അങ്ങനെ ഒരു വലിയ വിപ്ലവം നടത്തിയൊരു ഗിയർ ബോക്സ് തന്നെയാണ് AMT. AMTയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ AMT ഗിയർ ബോക്സിന് വളരെ സ്ലഗ്ഗിഷാണ്, അല്ലെങ്കിൽ ലാഗ് ഉണ്ട് എന്നുള്ള കാര്യമാണ്. സാധാരണ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുള്ള വാഹനങ്ങൾ ഓടിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡ്രൈവിംഗ് ഹരം എന്ന് പറയുന്നത് AMTയെ സംബന്ധിച്ച് കുറവാണ് എന്നുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ പ്ലസ് മൈനസ് മോഡിൽ ഡ്രൈവ് മോഡുകൾ മാറ്റി ഓടിച്ചു പോകേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ പൂർണ്ണമായും ഓട്ടോമാറ്റിക് ആകും വാഹനമെന്ന് പറയാനാവില്ല. അപ്പോൾ AMT അങ്ങനെയാണ്, ഒരു വിപ്ലവ പുരുഷനാണ് സത്യത്തിൽ. പക്ഷേ ഈ ഒരു ലാഗ് ഉണ്ടെന്നുള്ള കാര്യം. DCT എന്ന് പറയുന്നത് ഡ്യുവൽ ക്ലച്ച് സിസ്റ്റമാണ്. ഡ്യുവൽ ക്ലച്ചിൽ ഒരു ക്ലച്ച് എൻഗേജ് ആകുന്നു, ഒരു ക്ലച്ച് ഡിസെൻഗേജ് ആകുന്നു. ആ രീതിയിൽ ഗിയർ ഷിഫ്റ്റുകൾ വളരെ എളുപ്പത്തിൽ നടന്നു പോകുന്നു. ഗിയർ ഷിഫ്റ്റുകൾക്കിടയ്ക്കുള്ള ലാഗ് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് DCTയുടെ പ്രത്യേകത. DCT ഗിയർ ബോക്സ് ഉള്ള വാഹനങ്ങൾ നമുക്ക് അപ്രാപ്യമായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ വന്നിരുന്നത് ഫോക്സ്വാഗൺ പോളോ DSGയിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ വെന്യൂ ഒക്കെ പോലെയുള്ള ചെറിയ സെഗ്മെൻറ്റ് വാഹനങ്ങളിലേക്കും DCT എത്തിയിട്ടുണ്ട്. കുറേ കൂടി സാധാരണക്കാരനും ആക്സസബിൾ ആയി DCT എന്നുള്ളതാണ് പ്രത്യേകത. പക്ഷേ DCT ഗിയർ ബോക്സുകൾക്കൊക്കെ മെയിൻ്റനൻസ് കോസ്റ്റ് അല്പം കൂടുതലുണ്ട് മറ്റ് ഗിയർ ബോക്സുകളുമായിട്ട് നോക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം ഇത് തന്നെയാണ്. ഇത് ലാഗ് ഇല്ലാത്തത് ഏത് ഗിയർ ബോക്സ് ആണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാവുന്നത് DCT ഗിയർ ബോക്സ് തന്നെയാണ്. ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ യഥാർത്ഥ ഒരു ഹരം കിട്ടണമെങ്കിൽ DCT അല്ലെങ്കിൽ DSG എന്നൊക്കെയുള്ള പേരിൽ പല വാഹന നിർമ്മാതാക്കളും ഇതിൻ്റെ പേരുകൾ മാറ്റുന്നുണ്ട്. അത്തരത്തിലുള്ള ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സാണ് ഏറ്റവും ബെസ്റ്റ്, ലാഗൊന്നുമില്ലാതെ ഓടിച്ചു പോകാൻ. അടുത്ത CVT ആണ്. CVTയും അതിൻ്റെ അടുത്ത ടോർക്ക് കൺവെർട്ടർ ടൈപ്പ് എന്നൊക്കെ പറയുന്ന പരമ്പരാഗത ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളാണ്. ഇതിനൊക്കെ ഓടിക്കാനൊക്കെ രസമാണ്. പക്ഷേ ഒരു കുറച്ച് റബ്ബർ ബാൻഡ് എഫക്റ്റ് എന്നൊക്കെയാണ് അതിനെ വിളിക്കാറുള്ളത്. ഒരു ചെറുതായിട്ടൊന്ന് വലിയ നമ്മൾ കാല് കൊടുത്തു കഴിയുമ്പോൾ അതിനുശേഷം കുതിച്ചു പായുന്ന അനുഭവമൊക്കെ തരുന്ന ഗിയർ ബോക്സുകളാണ് ഇവയെല്ലാം തന്നെ. ഇവയെ സംബന്ധിച്ചുള്ള പ്രശ്നമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ടോർക്ക് കൺവെർട്ടർ, അതിന് മൈലേജ് ഒരു അല്പം കുറവാണെന്നുള്ള കാര്യമാണ്.
CVT ആണെങ്കിലും ടോർക്ക് കൺവേർട്ടർ ആണെങ്കിലും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അത് ഓടിക്കുന്ന രീതി എപ്പോഴും കൃത്യമായിരിക്കണമെന്നുള്ളതാണ്. അതായത് നമ്മളെപ്പോഴും ആക്സിലേറ്റർ കൊടുത്ത് ചവിട്ടി പിടിച്ചങ്ങ് പോകുക എന്ന് പറഞ്ഞാൽ മൈലേജ് അതുപോലെ അങ്ങ് ഡ്രോപ്പ് ആകും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്രാജുവലി പവർ കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഗ്രാജുവലി വാഹനം ഓടിപ്പോകുന്ന രീതിയിൽ ഒരു മയത്തിലൊക്കെ ആക്സിലേറ്റർ കൊടുക്കുകയാണെങ്കിൽ നല്ല മൈലേജ് ഈ 2 ഗിയർ ബോക്സും തരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അമിതാവേശം കാണിച്ച് ആക്സിലേറ്റർ ചവിട്ടി പിടിച്ചാൽ പടേ എന്ന് പറഞ്ഞുകൊണ്ട് മൈലേജ് താഴേക്ക് പോകുമെന്നുള്ളതാണ് ഈ ഒരു ഗിയർ ബോക്സുകളുടെയൊക്കെ ഒരു പ്രത്യേകത. അത് സത്യത്തിൽ എല്ലാ ഗിയർ ബോക്സിൻ്റെ ആണ് കേട്ടോ. എങ്കിൽ പോലും പൊതുവേ മൈലേജ് കുറഞ്ഞ ടോർക്ക് കൺവേർട്ടറും CVTയും ഓടിക്കുമ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്രാജുവലി മാത്രം ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല മൈലേജ് കിട്ടും എന്നുള്ള കാര്യത്തിൽ അനുഭവസ്ഥൻ തന്നെയാണ് ഞാൻ. എന്തായാലും ഈ ഒരു ഗിയർ ബോക്സിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ കിടക്കുന്ന വിവിധതരം ഗിയർ ബോക്സുകളെ പറ്റിയുള്ള വീഡിയോ ഒന്ന് കാണുക. ജെയ്സൺ ജെയിംസ്. അടുത്ത ചോദ്യം വിഷ്ണു SR ആണ് അയച്ചിരിക്കുന്നത്. ഫാമിലിക്ക് വേണ്ടി ഒരു 7 സീറ്റർ വാങ്ങണം, കംഫർട്ടും പവറും വേണം. എർട്ടിഗയാണോ മരാസോ ആണോ നല്ലതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എർട്ടിഗ മാരുതിയുടേതും മരാസോ മഹീന്ദ്രയുടേതുമാണ്. വലിയ ഓട്ടമൊന്നുമില്ല, ഡീസൽ എഞ്ചിന് മെയിൻ്റനൻസ് കൂടുതലാണോ എന്നും ചോദിച്ചിരിക്കുന്നു. ഈ 2 വാഹനങ്ങളും സത്യത്തിൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു രണ്ട് സെഗ്മെൻറ്റ് വാഹനങ്ങളാണെന്നുള്ളതാണ്. അതായത് മാരുതി എർട്ടിഗ കുറച്ചുകൂടി ചെറിയൊരു വാഹനവും മരാസോ എന്ന് പറയുന്നത് ഇന്നോവയുടെ ഒക്കെ സെഗ്മെൻറ്റിൽ നിൽക്കുന്ന വാഹനം എന്ന ഒറ്റ നോട്ടത്തിൽ തോന്നിയേക്കാം. കാരണം മരാസോയ്ക്ക് അങ്ങനെ ഒരു എടുപ്പുണ്ട്, ഒരു വലിയ വാഹനത്തിൻ്റെ വലിയ MPVയുടേതായ ഒരു എടുപ്പുണ്ട് മരാസോയ്ക്ക്. പക്ഷേ നമ്മൾ ഡയമെൻഷൻസ് ഒക്കെ നോക്കുമ്പോൾ അത്ര ഭയങ്കരമായ വ്യത്യാസം 2 വാഹനങ്ങളും തമ്മിലില്ല എന്നുള്ളൊരു സത്യമാണ്. ഇനി ഈ വാഹനങ്ങളുടെ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ എപ്പോഴും വലുത് മരാസോ തന്നെയാണ് എല്ലാ തരത്തിലും. മരാസോയുടെ നീളം 4585 മില്ലിമീറ്ററാണ്. എർട്ടിഗയുടെ 4395 മില്ലിമീറ്ററുമാണ്. ഏകദേശം 200 മില്ലിമീറ്ററിന് നീളം കൂടുതലുണ്ട് മരാസോയ്ക്ക്. അതുപോലെ തന്നെ മരാസോയുടെ വീൽ ബേസ് 2760 ആണെങ്കിൽ എർട്ടിഗയുടേത് 2740 ആണ്. അങ്ങനെ 20 മില്ലിമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ വീൽ ബേസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇൻറ്റീരിയർ സ്പേസിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമില്ല എന്നാണ് നമുക്ക് തോന്നുക. പക്ഷേ എപ്പോഴും മരാസോയ്ക്കുള്ളിൽ കയറുമ്പോൾ വളരെ വലിയൊരു വാഹനമായിട്ട് നമുക്ക് അനുഭവപ്പെടും. തന്നെയുമല്ല ഇന്നോവയ്ക്ക് കൃത്യമായ ഒരു എതിരാളിയാണ് മരാസോ. വിലയാകട്ടെ ഇന്നോവയേക്കാൾ വളരെ കുറവുമാണ്. 10-15 ലക്ഷം രൂപ കുറവാണ് മരാസോയ്ക്ക്. എന്നിട്ടും എന്തുകൊണ്ടാണ് മരാസോ അതുപോലെ വിറ്റ് പോകാത്തതെന്ന് അറിഞ്ഞുകൂടാ. വളരെ രസകരമായിട്ട് ഓടിച്ചു പോകുന്ന വാഹനമാണ്. ഞാൻ അടുത്ത കാലത്ത് കോയമ്പത്തൂർ വരെ ഓടിക്കുകയുണ്ടായി. വളരെ കംഫർട്ടബിളാണ്, ഗിയർ ഷിഫ്റ്റൊക്കെ വളരെ ഈസിയാണ്. തന്നെയുമല്ല ക്യാപ്റ്റൻ സീറ്റൊക്കെ സെക്കൻഡ് റോയിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സുഖകരമായിട്ട് സെക്കൻഡ് റോ സീറ്റിലും യാത്ര ചെയ്യാം. ഇന്നോവ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം സെക്കൻഡ് റോ സീറ്റിലെ കംഫർട്ടാണെങ്കിൽ അത് ഏകദേശം അതുപോലെയൊക്കെ തന്നെ മരാസോയ്ക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ മരാസോ തീർച്ചയായിട്ടും വളരെ മികച്ചൊരു മൾട്ടിപർപ്പസ് വാഹനം തന്നെയാണ്. ഇനി ഉയരം നോക്കുകയാണെങ്കിൽ മരാസോയ്ക്ക് 100 മില്ലിമീറ്ററോളം കൂടുതലുണ്ട്. അപ്പോൾ ആ ഒരു വലിപ്പം നമുക്ക് തോന്നാൻ കാര്യം ഈ ഒരു ഡയമെൻഷൻസിലുള്ള വ്യത്യാസം തന്നെയാണ്. പക്ഷേ മൊത്തത്തിൽ പറഞ്ഞു വരുമ്പോൾ ഇൻറ്റീരിയർ സ്പേസിൻ്റെ കാര്യത്തിൽ 20 മില്ലിമീറ്റർ മാത്രമേ കൂടുതലുള്ളൂ, അല്ലെങ്കിൽ വീൽ ബേസിൻ്റെ കാര്യത്തിൽ 20 മില്ലിമീറ്റർ കൂടുതലുള്ളൂ മരാസോയ്ക്ക് എന്നുള്ള ഒരു അമ്പരപ്പിക്കുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ എഞ്ചിനുകൾ നോക്കുകയാണെങ്കിൽ ഒരു കമ്പാരിസൺ ഇല്ല എന്ന് പറയാം. കാരണം മാരുതിക്ക് ഇപ്പോൾ പെട്രോൾ എഞ്ചിൻ മാത്രമേ ഉള്ളൂ, എന്നാൽ മരാസോയ്ക്ക് ഡീസൽ എഞ്ചിനാണുള്ളത്. ഇനി മൈലേജ് നോക്കുകയാണെങ്കിൽ ഡീസൽ എഞ്ചിനുള്ള മഹീന്ദ്ര മരാസോയ്ക്ക് 17.3 km/ലിറ്റർ ആണ് മൈലേജ്. എർട്ടിഗയ്ക്ക് 19.34 km/ലിറ്റർ. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നിയ കാര്യം, എനിക്ക് അനുഭവപ്പെട്ട കാര്യം എന്താ വെച്ചാൽ മരാസോയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വലിയൊരു വാഹനത്തിനുള്ളിലേക്ക് കയറുന്ന പോലെ തോന്നും. എന്നാൽ എർട്ടിഗ എന്ന് പറയുന്നത് കുറെ കൂടി കാർ ലൈക്ക് എന്ന് വിളിക്കാവുന്ന ഒരു കാറിൻ്റെ കംഫർട്ടും കാറിൻ്റെ രീതികളുമാണ് എർട്ടിഗയ്ക്കുള്ളത്. പക്ഷേ മരാസോ എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു വലിയ മൾട്ടി പർപ്പസ് വാഹനത്തിൻ്റെ അതേ ധർമ്മങ്ങളും അതേ രീതികളുമൊക്കെ പുലർത്തുന്ന ഒരു വാഹനമാണ്. തന്നെയുമല്ല വലിപ്പം കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നഗരത്തിലൊക്കെ ഓടിച്ചു പോകാൻ ബെസ്റ്റ് എന്ന് പറയുന്നത് എർട്ടിഗ ആയിരിക്കും. മരാസോയുടെ കാര്യത്തിൽ ആ ഒരു വലിപ്പമുണ്ട്. അപ്പോൾ കൂടുതൽ കംഫർട്ടബിളായിട്ട് കൂടുതൽ ദീർഘദൂരമൊക്കെ ഓടിക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് തോന്നുന്നത് നല്ലത് മരാസോ ആയിരിക്കും എന്നുള്ള കാര്യമാണ്. അപ്പോൾ വിഷ്ണു ഇത്തരം കാര്യങ്ങൾ മനസ്സിരുത്തി ഏത് വാഹനം വേണമെന്ന് തിരഞ്ഞെടുക്കുക. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് ആഷിഖ് TC ആണ്. കോമ്പാക്റ്റ് SUV വാങ്ങണമെന്നുണ്ട്. ഹ്യുണ്ടായി വെന്യൂ വേണോ അതോ ടൊയോട്ട അർബൻ ക്രൂയിസർ വേണോ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിൻ്റെ അനുബന്ധ ചോദ്യം എന്ന് പറയുന്നത് വെനുവിന് 1 ലിറ്റർ എഞ്ചിനും അർബൻ ക്രൂയിസറിന് 1.5 ലിറ്റർ എഞ്ചിനുമാണല്ലോ ഉള്ളത്. കൂടാതെ 4 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ് അർബൻ ക്രൂയിസറിനുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വാങ്ങിക്കുമ്പോൾ കണക്കിലെടുക്കാനുള്ളത് എന്നും അദ്ദേഹം പറയുന്നു. വെനുവിന് 1 ലിറ്റർ ടർബോ ചാർജ് എഞ്ചിൻ മാത്രമല്ല ഒരു 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനും ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഞാനിങ്ങനെ മാരുതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അർബൻ ക്രൂയിസർ എന്ന് പറയുന്നത് പ്രാഥമികമായും മാരുതിയുടെ വിറ്റാര ബ്രസ തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ്. ആ 2 വാഹനങ്ങളും തമ്മിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, ബാഡ്ജിങ്ങിൻ്റെ വ്യത്യാസങ്ങൾ മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ അതിലെ മാരുതി വിറ്റാര ബ്രസയിലെ 1.5 ലിറ്റർ എഞ്ചിൻ തന്നെയാണ് അർബൻ ക്രൂയിസറിലും ഉള്ളത്. അപ്പോൾ ഈ 1.5 ലിറ്റർ എഞ്ചിനുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് 1.2 അല്ലെങ്കിൽ 1 ലിറ്റർ എഞ്ചിനേക്കാളൊക്കെ മൈലേജ് കുറയുമെന്നുള്ള കാര്യമാണ്. പക്ഷേ ഒരു മൈൽഡ് ഹൈബ്രിഡ് സെറ്റപ്പ് കൊടുത്തിട്ട് സാധാരണ എഞ്ചിനുകളെക്കാൾ കൂടുതൽ മൈലേജാണ് കമ്പനി ഈ ഇത്തരം എഞ്ചിനുകൾക്കുള്ളതായിട്ട് അവകാശപ്പെടുന്നത്. അപ്പോൾ 1.5 ലിറ്റർ എഞ്ചിനാണ് എന്നുള്ള ഒരു പോരായ്മയായിട്ട് കണക്കാക്കേണ്ടതില്ല. എന്തായാലും വെനുവിൻ്റെ കാര്യത്തിൽ 1 ലിറ്റർ മാത്രമല്ല 1.2 ലിറ്റർ ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ കൂടിയുണ്ട് വെനുവിന്. ഇനി 2 വാഹനങ്ങളുടെയും ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ നീളം ഒന്ന് തന്നെയാണ്, രണ്ടിനും ഒരേ നീളം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ വീതിയും ഉയരവും ഒരല്പം കൂടുതലുള്ളത് അർബൻ ക്രൂയിസറിനാണ്.
അതുപോലെ ബൂട്ട് സ്പേസ് ഒരല്പം കൂടുതലുള്ളത് വെനുവിനാണ്. വളരെ ചെറിയ വ്യത്യാസങ്ങൾ ഇത്തരം കാര്യങ്ങളുള്ളൂ. വീൽ ബേസ് ഒന്ന് തന്നെയാണ്. വീൽ ബേസ് ആണ് എപ്പോഴും ഇൻറ്റീരിയർ സ്പേസിനെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. അതായത് രണ്ട് വീലുകൾക്കിടയിലുള്ള ആ ഒരു സ്പേസാണ് വീൽ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ വീൽ ബേസ് ഒരുപോലെയാണ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയർ സ്പേസ് രണ്ടിനും ഒരുപോലെ തന്നെയാണ് എന്നാണ് കണക്കാക്കേണ്ടത്. ഇനി എഞ്ചിനിലേക്ക് വരികയാണെങ്കിൽ അർബൻ ക്രൂസറിൻ്റെത് 105 BSP എഞ്ചിനാണ്, വെനുവിൻ്റേത് 83 BSP ആണ്. അപ്പോൾ വലിയൊരു വ്യത്യാസം എഞ്ചിൻ പവറിൻ്റെ കാര്യത്തിൽ അർബൻ ക്രൂസറിനുണ്ട്. അത് 1.5 ലിറ്റർ എഞ്ചിൻ ആയതുകൊണ്ട് സംഭവിച്ചിരിക്കുന്നതാണ്. ഇനി ടോർക്ക് നോക്കുകയാണെങ്കിൽ 138 ന്യൂട്ടൺ മീറ്ററാണ് അർബൻ ക്രൂസറിൻ്റെത്, എന്നാൽ വെനുവിൻ്റെ 114 ന്യൂട്ടൺ മീറ്ററാണ്. ആ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് അർബൻ ക്രൂസർ തന്നെയാണ്. മൈലേജ് നോക്കുകയാണെങ്കിൽ അർബൻ ക്രൂസർ 1.5 ലിറ്റർ എഞ്ചിൻ ആണെങ്കിൽ പോലും 17.03 കിലോമീറ്റർ പെർ ലിറ്ററാണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. വെനുവിനാകട്ടെ 27.27 കിലോമീറ്റർ പെർ ലിറ്ററും. ഒട്ടും മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു ചെറിയ മുൻതൂക്കമുണ്ട് വെനുവിനെന്ന് പറയാം. ഇനി ഓട്ടോമാറ്റിക്കിലേക്ക് പോവുകയാണെങ്കിൽ അർബൻ ക്രൂസറിലുള്ളത് 4 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. അപ്പോൾ പെട്രോൾ എഞ്ചിനും മൈൽഡ് ഹൈബ്രിഡ് സെറ്റപ്പും അതുപോലെ തന്നെ 4 സ്പീഡ് ടോർക്ക് കൺവേർട്ടറും ഒക്കെ കൂടെയാണ് ഈ ഓട്ടോമാറ്റിക് മോഡലുള്ളത്. അത് ഓടിക്കാൻ വളരെ രസമുള്ളൊരു മോഡലാണ്. സാധാരണഗതിയിൽ 4 സ്പീഡ് ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു അത്രയൊന്നും സ്പോർട്ടി അല്ലാത്ത, അതായത് 4 ഗിയറിൽ നിൽക്കുന്ന ഒരു റിഫൈൻമെൻറ്റേ കിട്ടുള്ളൂ എന്നുള്ള കാര്യമാണ്. പക്ഷേ ആ വാഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. വളരെ ഓടിക്കാൻ രസമുള്ളൊരു വാഹനമാണ് അർബൻ ക്രൂസർ അല്ലെങ്കിൽ മാരുതിയുടെ വിറ്റാര ബ്രസ. എന്നാൽ വെനുവിൻ്റെ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനിലുള്ളത് IMT ഗിയർ ബോക്സ് ആണ്. IMT ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ക്ലച്ച് ചവിട്ടാതെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് പോകുന്ന സംവിധാനമാണ്. അത് രസകരമായിട്ട് ഓടിക്കാൻ പറ്റും. ഒരു ചെറിയ ശീലത്തിൻ്റെ പ്രശ്നമേ ഉള്ളൂ. ഒന്ന് ശീലിച്ചാൽ രസകരമായിട്ട് ഓടിച്ചു പോകാവുന്ന ഒരു ഗിയർ ബോക്സ് ആണത്. എങ്കിലും പൂർണ്ണമായും ഓട്ടോമാറ്റിക് എന്ന് പറയാനാവില്ല, കാരണം ഗിയർ ഷിഫ്റ്റ് ചെയ്ത് തന്നെ കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ AMTയോ മറ്റോ ഓടിക്കുന്ന പോലെയുള്ള ലാഗ് ഒന്നുമില്ല. നമുക്ക് ഇഷ്ടം പോലെ മാനുവൽ ഓടിക്കുന്ന പോലെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓടിച്ചു പോകാം. അപ്പോൾ ആ കാര്യത്തിൽ അർബൻ ക്രൂസറിനോടൊപ്പം നിൽക്കുന്നുണ്ട്, ഏകദേശം ഒപ്പം നിൽക്കുന്നുണ്ട് വെനുവും എന്ന് പറയാം. ഇനി വെനുവിൻ്റെ IMT മോഡലിന് കമ്പനി പറയുന്ന മൈലേജ് 17.8 കിലോമീറ്റർ പെർ ലിറ്ററാണ്. അപ്പോൾ ഏകദേശം ഒരേ മൈലേജ് തന്നെയാണ് അർബൻ ക്രൂസറിൻ്റെയും അതുപോലെ തന്നെ വെനുവിൻ്റെയും പെട്രോൾ മോഡലുകളുടെ ഓട്ടോമാറ്റിക്കിനുള്ളത്. അർബൻ ക്രൂസറിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് മാരുതിയുടെ വാഹനങ്ങൾക്ക് പൊതുവെ ഉള്ളതിനേക്കാൾ കൂടുതൽ സുരക്ഷയുണ്ട് എന്നുള്ള കാര്യമാണ്. അതായത് ഗ്ലോബൽ എൻക്യാപ്പിൽ ക്രാഷ് ടെസ്റ്റിൽ 4 സ്റ്റാർ നേടിയ വാഹനമാണ് അർബൻ ക്രൂസർ അല്ലെങ്കിൽ മാരുതി വിറ്റാര ബ്രസ എന്നുള്ള വാഹനം. ആ ഒരു മുൻതൂക്കം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇതുവരെ പറഞ്ഞ എല്ലാം കൂടി ഒന്ന് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ ചെറിയ തോതിൽ വീതിയും അതുപോലെ തന്നെ ഉയരവും ഒക്കെ കൂടുതലുണ്ട് അർബൻ ക്രൂസറിന്. അതുപോലെ തന്നെ എഞ്ചിൻ പവർ കൂടുതലുണ്ട്, ടോർക്ക് കൂടുതലുണ്ട്, മൈലേജ് രണ്ടിനും ഏകദേശം ഒരുപോലെയാണ്. പിന്നെ മാരുതി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ കുറേ ഗുണങ്ങൾ തീർച്ചയായിട്ടും മാരുതിക്കുണ്ടാകും. അത് മെയിൻ്റനൻസ് കോസ്റ്റ് ആയാലും അതുപോലെ തന്നെ സർവീസ് കോസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഹ്യുണ്ടായുടെ കാര്യത്തിൽ വെനു കുറേ കൂടി ആധുനികമാണ്, കാഴ്ചയിലായാലും ഇൻറ്റീരിയറിലായാലും എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇത്തരം എല്ലാ കാര്യങ്ങളും ഒക്കെ വിലയിരുത്തി വേണം വാഹനമെടുക്കാൻ. ഓട്ടോമാറ്റിക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫുള്ളി ഓട്ടോമാറ്റിക് എന്ന് വിളിക്കാവുന്ന അർബൻ ക്രൂസറിൻ്റെ മോഡൽ തന്നെയാണ്. ഈ ആഴ്ചയിലെ ചോദ്യോത്തരങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഹ്യുണ്ടായുടെ വാഹനമാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പോപ്പുലർ ഹ്യുണ്ടായെ സമീപിക്കാം. പോപ്പുലർ ഹ്യുണ്ടായി ഞാൻ എപ്പോഴും ആവർത്തിക്കാൻ കാരണം നമ്മുടെ ഈ ചാനലിന് വേണ്ടി ടൈപ്പ് ഉള്ളത് പോപ്പുലർ ഹ്യുണ്ടായിക്കാണെന്നുള്ളത് കൊണ്ടാണ്. അതായത് നമ്മുടെ ചാനൽ കണ്ടിട്ട് അവിടെ ഏത് കാര്യത്തിന് വിളിച്ചാലും നമ്മളെ കാത്തിരിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് 33 സെയിൽസ് സെൻറ്റേഴ്സും 30 സർവീസ് സെൻറ്റേഴ്സുമുള്ള ഒരു സ്ഥാപനമാണ് പോപ്പുലർ ഹ്യുണ്ടായി. തന്നെയുമല്ല ഹ്യുണ്ടായുടെ മറ്റ് ഡീലർഷിപ്പിലുള്ളവരെ പരിശീലിപ്പിക്കുന്ന ഒരു സെൻറ്റർ പോലും നടത്തുന്നത് പോപ്പുലർ ഹ്യുണ്ടായാണ്. എല്ലാ തരത്തിലും വളരെ പ്രൊഫഷണലായ സ്ഥാപനമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോടൊപ്പം ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പർ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവിന് വാഹനങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ എന്താവശ്യങ്ങൾക്കും ഹ്യുണ്ടായുമായിട്ട് ബന്ധപ്പെട്ട എന്താവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിക്കാം. വിളിക്കുമ്പോൾ പ്രത്യേകം പറയാം ബൈജു നായർ എന്നുള്ള നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് വിളിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളാണ്. അപ്പോൾ ഹ്യുണ്ടായി വാഹനങ്ങൾ വാങ്ങാനായാലും സർവീസിനായാലും നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാനായാലും അത് ഏത് മോഡലായാലും ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങളുടെ വീട്ടുപടിക്കൽ വാഹനം എത്തിച്ചേരും ടെസ്റ്റ് ഡ്രൈവിനായിട്ട്. അപ്പോൾ ഇനി വീഡിയോ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വാഹന വിശേഷങ്ങളും ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളും മറ്റ് പല വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.